ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റിയാക്ട് ജേസിന്റെ JSX എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. JSX എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് XML എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് എന്താണ് JSX, അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ റിയാക്ട് ജേസിൽ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ. ഈ റിയാക്ട് ജേസിൽ JSX ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. അതായത് HTML നമുക്കൊരു ജാവാസ്ക്രിപ്റ്റിന്റെ കോഡോ അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ആക്കാൻ വേണ്ടിയോ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റൂല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു അറേ ഉണ്ട്. ഓക്കെ, അറേ ഉണ്ട്. ആ അറേ എന്താണെന്ന് വെച്ചാൽ ഇറ്ററേറ്റ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ആ അറേ നമുക്ക് മാപ്പ് ചെയ്യണം. മാപ്പ് നമ്മൾ പഠിച്ചതാണ്, ജാവാസ്ക്രിപ്റ്റിന്റെ വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പൊ മാപ്പ് ചെയ്യണം ഏതിൽ? HTML ടേബിൾ. ഫോർ എക്സാമ്പിൾ ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചാൽ TR TD ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. ടാഗ് ആണ്, അതൊക്കെ എലമെന്റ്സ് ആണ്. അതൊന്നും മനസ്സിലായി. ഇപ്പൊ ഇറ്ററേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ മാപ്പ് ഈ HTML ഉള്ളിൽ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? JSX ഉപയോഗിച്ചേ പറ്റും. കാരണം ജാവാസ്ക്രിപ്റ്റ് എന്തിൽ ഉപയോഗിക്കാൻ പറ്റും? HTML ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ JSX ഉള്ളത്. ഓക്കെ, ഈ JSX നോർമലി എന്താണ്? നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, JSX എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് XML ആണ്. ഇത് എന്തെന്ന് വെച്ചാൽ അതായത് ജാവാസ്ക്രിപ്റ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? HTML എഴുതാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് എന്താണ്, ഇത് എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്താണ് നോർമൽ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, എല്ലാ ഇന്റർവ്യൂസിലും ഇപ്പം ഞാൻ അടക്കം ഇന്റർവ്യൂ എടുത്ത സമയത്തും പോലും JSX എന്താണെന്ന് വെച്ചാൽ അത് എന്താണെന്നുള്ളത് പ്രോപ്പറായി, അത് ലാംഗ്വേജ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് ഒരു ലാംഗ്വേജ് ആണ്, HTML ഒരു ലാംഗ്വേജ് ആണ്, അത് രണ്ടും കൂടിയത് ഒരു ലാംഗ്വേജ് ആണോ? അല്ലേ? നോർമലി ഒരു JSX എന്ന് വെച്ചാൽ സിൻടാക്സ് എക്സ്റ്റൻഷൻ എന്നാണ് ഈ JSXനെ പറയാ. എന്താണ്? സിൻടാക്സ് എക്സ്റ്റൻഷൻ എന്നാണ് ഈ JSXനെ നോർമലി. അതായത് നോർമലി ഇപ്പോൾ ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്ന ടൈമിലും നിങ്ങൾ മസ്റ്റായിട്ടും പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നോർമൽ എല്ലാവരും, ഞാൻ കൂടുതൽ പേരും ഒരു 90% ആൾക്കാരും പറയുന്നത് വെച്ചാൽ JSX എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് XML, അതിന്റെ ഫുൾ ഫോം ആണത്. പിന്നെ അതുപോലെ തന്നെ അത് എന്ത് ചെയ്യും? ജാവാസ്ക്രിപ്റ്റ് അത് എന്താ ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് ജാവാസ്ക്രിപ്റ്റിനുള്ളിൽ HTML ഉപയോഗിക്കാൻ പറ്റും, എന്താ ചെയ്യുന്നത്. പക്ഷെ എന്താണിത്? ഈ സംഭവമാണ് എന്താ പറഞ്ഞത്, സിൻടാക്സ് എക്സ്റ്റൻഷൻ എന്നുള്ളതാണ്. ഇത് എന്താണ്? അപ്പൊ നമുക്ക് ഈ സിൻടാക്സ് എക്സ്റ്റൻഷൻ എന്താണ് നോർമലി എല്ലാവർക്കും അറിയണമെന്നില്ല. ഓക്കെ, പല പേർക്കും അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് പറയുന്നതാണ്. സിൻടാക്സ് എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ, ഇപ്പോ ഒരു ബേസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാവും. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കുറച്ച് സിൻടാക്സ് ഫ്യൂച്ചറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവത്തിനെയാണ് എന്ത് പറയാ? സിൻടാക്സ് എക്സ്റ്റൻഷൻ എന്ന് പറയാ. ഓക്കെ, അതൊരു ഫീച്ചറാണ്. നമ്മുടെ ബേസ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഫീച്ചറിനെയാണ്, ആ ഒരു ഫീച്ചർ സിൻടാക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിൻടാക്സ് എക്സ്റ്റൻഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു ന്യൂ സിൻടാക്സ് റൂൾസ് ആഡ് ചെയ്യും. ഓക്കെ, ആ റൂൾസ് ഏതിലുണ്ടാവില്ല? നോർമലി ബേസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇല്ലാത്ത ഫ്യൂച്ചറിനെ, സിൻടാക്സ് റൂൾസിനെ ആഡ് ചെയ്യുന്ന ഒരു ഫീച്ചറിനെയാണ് ഈ പറഞ്ഞത് സിൻടാക്സ് എക്സ്റ്റൻഷൻ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാം വഴി എന്ത് ചെയ്യുക, നമ്മൾ ചോദിക്കുക, നമ്മൾ എന്ത് ചെയ്യും പറയുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ പറഞ്ഞ നോർമലി പറഞ്ഞ സിൻടാക്സ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ JSX എന്താണ്? സിൻടാക്സ് എക്സ്റ്റൻഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ നോർമലി നമ്മൾ പഠിച്ചു എന്തൊക്കെ JSX എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ JSX എന്ത് ചെയ്യുന്നു പഠിച്ചു, ജാവാസ്ക്രിപ്റ്റിൽ HTML എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ കൂടുതലായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് മനസ്സിലാവും. ഓക്കെ, ചെയ്യുന്നതിന് മുമ്പ് ഇത് എന്തായിരിക്കണം? എന്താണ് JSX എന്നുള്ളത് മനസ്സിലായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ ഞാൻ JSX എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, അതായത് നോർമലി നമ്മൾ JSX ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ബ്രൗസറിൽ പണ്ട് അതായത് മുൻപ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ വീക്കിലും അതുപോലെ HTML വീക്കിലും ഒക്കെ ബ്രൗസറിൽ ഉപയോഗിച്ചത് HTML അതുപോലെ ജാവാസ്ക്രിപ്റ്റുമാണ്. അത് ബ്രൗസറിൽ റൺ ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, അതായത് ഒരു JSX ബ്രൗസറിൽ സപ്പോർട്ട് ആവുമോ? നോർമലി നമുക്ക് വരുന്നതാണ്. ഇവിടെ പറയാനുള്ളത് JSX ബ്രൗസറിൽ സപ്പോർട്ട് ആവില്ല, അതായത് നേരിട്ട് ബ്രൗസറിൽ സപ്പോർട്ട് ആവുകയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് JSX എന്നുള്ളത് ഒരു എക്സ്റ്റൻഷൻ ആണ്, അതായത് ഒരു സിൻടാക്സ് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് ബ്രൗസറിൽ നേരിട്ട് ഉപയോഗിക്കാനും പറ്റൂല. ഈ JSX വന്നത് തന്നെ നമ്മളെ ES6ന്റെ ശേഷമൊക്കെയാണ് എന്ത് വരുന്നത്, ഈ പറഞ്ഞ JSXന്റെ കൺസെപ്റ്റ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ റിയാക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് JSX ആണ്.
അപ്പോൾ നമ്മൾ ചോദിക്കുക, നമുക്ക് വീണ്ടും ഒരു ചോദ്യം, മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. അതായത് അപ്പോൾ ബ്രൗസറിൽ എങ്ങനെ റൺ ആവുന്നു? ഇത് ബ്രൗസറിലാണല്ലോ, കാരണം റിയാക്ട് എന്നുള്ളതും ബ്രൗസറിലാണല്ലോ ഇപ്പോൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ബ്രൗസറിൽ എങ്ങനെ റൺ ചെയ്യുന്നു? ഇവിടെയാണ് പറയാനുള്ളത്. ഇവിടെ ഒരു ഒരു കമ്പൈലർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ JSXനെ HTML ആയിട്ടും ജാവാ സ്ക്രിപ്റ്റുമായിട്ടും വേർതിരിച്ച് ഇത് ബ്രൗസറിനെ കമ്പൈൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ടൂൾ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ബേബൽ. ഓക്കെ, ബേബൽ, BABEL. ഓക്കെ, ബേബൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ് ബേബൽ? ബേബൽ നമുക്കെല്ലാവർക്കും സംശയം ഉണ്ടാവും, ഇനി എന്താണ് ബേബൽ എന്നുള്ളതും. ബേബൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നോർമൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് മോഡേൺ ജാവാസ്ക്രിപ്റ്റിനെ നമ്മുടെ ഓൾഡർ ജാവാസ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ബ്രൗസറിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ടൂളാണ്, ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണ് ഈ പറഞ്ഞ ഒരു ട്രാൻസ് കമ്പൈലർ ആണ് എന്ത് ഈ പറഞ്ഞ ബേബൽ എന്നുള്ളത്. ഓക്കെ, എന്താന്ന് വെച്ചാൽ ഇവിടെ വീണ്ടും സംശയമുണ്ട്, അപ്പോൾ ബ്രൗസർ നോർമലി ജാവാസ്ക്രിപ്റ്റും സപ്പോർട്ട് ചെയ്യൂലേ? ഇല്ല. അതായത് എക്മാസ്ക്രിപ്റ്റിന്റെ കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ ആദ്യത്തെ ജാവാസ്ക്രിപ്റ്റിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് പറയുമ്പോൾ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. അതിലെ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, അതായത് ഈ ജാവനെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിർത്തും, അതായത് ജാവനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സംഭവം എന്തിനാണെന്ന് അറിയോ പറയുന്നത്? ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പറയാം, എക്മാസ്ക്രിപ്റ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ റിയാക്ടിന്റെ വീഡിയോസിൽ എക്മാസ്ക്രിപ്റ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ എക്മാസ്ക്രിപ്റ്റിനെ കുറിച്ച് എവിടെയാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല. ചിലപ്പോൾ റിയാക്ടിന്റെ വീഡിയോസ് കാണുന്നവർ കേട്ടോ, നമ്മുടെ ആദ്യം മുതലേ കാണുന്നവർക്കാണെങ്കിൽ ഇഷ്യൂ ഇല്ല. പക്ഷെ ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടാവും, അതായത് എന്താണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് വീഡിയോന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അത് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് ആര് പറഞ്ഞത്, ബുദ്ധിമുട്ടെന്നല്ല, അത് കുറവാക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ അത് ഞാൻ പറയുന്ന കാരണം ഇതാണ്. ഓക്കെ, എനിവേ എന്തായാലും ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ബേബൽ എന്താണ്? ബേബൽ എന്ന് വെച്ചാൽ ഓക്കെ, അതായത് ഓൾഡർ ജാവാസ്ക്രിപ്റ്റ്, മോഡേൺ ജാവാസ്ക്രിപ്റ്റ്, ഇങ്ങനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്. ഈ ഓൾഡർ ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എക്മാസ്ക്രിപ്റ്റ് ES6ന്റെ മുമ്പ് വരുന്ന കുറച്ച് സിൻടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ജാവാസ്ക്രിപ്റ്റിന്റെ ആദ്യത്തെ വേർഷനാണ്. അപ്പൊ ഈ ആദ്യത്തെ വേർഷനിൽ വരുന്ന കുറച്ച് കൺസെപ്റ്റ് ES6ന് മുമ്പുള്ള വേർഷൻ. അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചാൽ ബ്രൗസറിന് എഞ്ചിന് സപ്പോർട്ട് ആവും. നമ്മൾ എഞ്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അതും കൂടി നോക്കുക. അപ്പൊ ഇതൊക്കെ വെച്ചാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ആവും. പക്ഷെ ഇപ്പോഴുള്ള ന്യൂ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ ബ്രൗസറിൽ സപ്പോർട്ട് ആവൂല. പിന്നെ നേരെ മറിച്ച് ബേബലാണ് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇത് ഇന്നതാണ് എന്ന് ആർക്ക്, ഈ പറഞ്ഞ ഓൾഡർ ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടൂളാണ് ബേബൽ. ഓക്കെ, ബേബൽ മനസ്സിലാക്കുക, കാരണം പലർക്കും ബേബൽ എന്താണെന്നും കൂടി അറിയില്ല. റിയാക്ട് അറിയാം, നല്ല രീതിയിൽ അറിയാം, റിയാക്ടിന്റെ കുറെ കൺസെപ്റ്റ് അറിയാം. പക്ഷെ ബേബൽ എന്തെന്നുള്ളത് ബേസിക് തിങ് ആയ ഈ ഒരു സാധനത്തിന് ആർക്കും അറിയില്ല. ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്ന സമയത്തും ഇവർ പെടുന്ന ഒരു സംഭവമാണ് ബേബൽ എന്താണെന്നറിയില്ല. ബേബലിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പറയാനുണ്ട് ഓൾഡർ ജാവാസ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ ഇത് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടൊക്കെ ഈ എക്മാസ്ക്രിപ്റ്റ് 2015 മുമ്പുള്ള, ഓക്കെ, മുമ്പുള്ളതാണ് നമ്മൾ ഈ ഓൾഡർ എന്നുള്ളത്. അതൊക്കെ സപ്പോർട്ട് ആവും, എവിടെ, നമ്മുടെ ബ്രൗസറിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. പക്ഷേ ഈ 2020+ വന്നിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും എന്ത് ചെയ്യൂല, നമ്മുടെ ബ്രൗസറിൽ സപ്പോർട്ട് ആവൂല. അത് നേരെ വെച്ച് വേബലാണ് കൺവേർട്ട് ചെയ്തിട്ട് ഓൾഡർ ജാവാസ്ക്രിപ്റ്റിലേക്ക് മോഡേൺ ജാവാസ്ക്രിപ്റ്റിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ബേബലിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഇപ്പൊ ഇത്ര പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത്ര മനസ്സിലാക്കുക. ബേബലിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയ ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി കൂടുതലായി വേറെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മൾ എന്ത് ചെയ്യും പറയുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെയാണ് ബേബൽ കൺവേർട്ട് ചെയ്തിട്ടാണ് JSXന് കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ വേറൊരു കൺസെപ്റ്റും കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ ബേബൽ പറഞ്ഞതുകൊണ്ടാണ് ഇവൻ ഡീപ്പായി പോകേണ്ടി വരും. അതായത് ബേബൽ എന്ന് പറയുമ്പോൾ ഞാൻ കമ്പൈലർ എന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഓക്കെ, ശരിക്കും ഇത് കമ്പൈലർ ആണോ? അപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെ കമ്പൈലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ വീക്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ജാവാസ്ക്രിപ്റ്റിന് എന്തുണ്ട്, ഒരു കമ്പൈലിംഗ്, അതൊരു ഇന്റർപ്രറ്റർ ലാംഗ്വേജ് ആണ്. പിന്നെ എന്ത് ചെയ്യും, JIT ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ ഫസ്റ്റ് വീഡിയോസിൽ ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ JIT ആണോ, JIT ഉപയോഗിച്ചിട്ടാണോ അത് കമ്പൈൽ ചെയ്യുന്നത്, അല്ല ബേബൽ ഉപയോഗിച്ചിട്ടാണ് കമ്പൈൽ ചെയ്യുന്നത്? ഇവിടെയാണ് രണ്ട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇവിടെ ഡീപ്പായി പോണ്ടി വരുന്നുണ്ട് ആവശ്യം. ഇത് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ആവശ്യമുള്ളതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് റിയാക്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇത് അറിഞ്ഞിരിക്കൽ നല്ലതാണ്. അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവും ആവട്ടെ, അതുപോലെ റിയാക്ട് JS ആവട്ടെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും, അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഒരു സ്റ്റക്ക് വന്നാൽ തന്നെ
ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ ഒരു കോഡും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. എങ്കിലും നമ്മൾ ഓൾറെഡി ഒരു കോർ ലെവലിൽ ഇറങ്ങിയതോ, അതായത് ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ ശരി, നമ്മൾ എന്ത് ചെയ്യും, ഒരു ഏകദേശം ഒരു കോർ ലെവൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇനിയും ഡീപ്പായിട്ട് അത് പോവാം. എങ്കിലും സമയം ഇല്ലാത്തത് കൊണ്ടും മറ്റുള്ള ലാംഗ്വേജസും മറ്റുള്ള ഫ്രെയിംവർക്സും മറ്റുള്ള ലൈബ്രറീസും ഒക്കെ പെൻഡിങ് ആയത്, മറ്റുള്ള ട്യൂട്ടോറിയൽസ് പെൻഡിങ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് എടുത്തു പോകുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടി മാത്രം ഞാൻ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, നേരെ വിഷയത്തിൽ കിടക്കാം. ഇവിടെ ശരിക്കും ബേബൽ എന്തല്ല, കമ്പൈലർ അല്ല, നേരെ മറിച്ച് ട്രാൻസ്പൈലർ ആണ് ഈ പറഞ്ഞ ബേബൽ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടാവും, എന്താണ് ട്രാൻസ്പൈലർ, എന്താണ് കമ്പൈലർ. കമ്പൈലർ നമുക്ക് എല്ലാം അറിയുന്നതാണ്, നോർമലി നമ്മൾ എന്ത് ചെയ്ത കഴിഞ്ഞ വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എങ്കിലും ഞാൻ അറിയാത്തവർക്ക് എന്ത് ചെയ്യാം പറയാം. കമ്പൈലർ എന്ന് വെച്ചാൽ ഒരു ഹൈ ലെവൽ കോഡിനെ, ഹൈ ലെവൽ ലാംഗ്വേജിന്റെ കോഡിനെ നമ്മൾ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ് കമ്പൈലർ എന്ന് പറയാം. നോർമലി ഇപ്പോൾ നമ്മൾ പറഞ്ഞു സി അല്ലെങ്കിൽ ജാവ ഉപയോഗിക്കുമ്പോൾ ജാവയിൽ എന്താണ്, നമ്മൾ ഹൈ ലെവൽ കോഡ് മെഷീൻ കോഡിലേക്ക് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ടാണ്, കമ്പൈലിംഗ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് റൺ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അത് ജാവേൻ്റെ കേസിലൊക്കെ അങ്ങനെയാണ്. ഇനി എന്താണ് ട്രാൻസ്പൈലർ? ട്രാൻസ്പൈലർ വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ജാവ, ഈ ജാവാസ്ക്രിപ്റ്റ്, ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതായത് ഈ കോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹൈ ലെവൽ കോഡിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ് ഈ ട്രാൻസ്പൈലർ എന്ന്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല, ഒന്നും കൂടി ഡീപ്പായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഓൾഡർ ജാവാസ്ക്രിപ്റ്റും എന്താണ്, ഒരു ഹയർ ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റും എന്താണ്, ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഈ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, അതായത് മോഡേൺ ജാവാസ്ക്രിപ്റ്റിനെ ഓൾഡർ ജാവാസ്ക്രിപ്റ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്പൈലർ എന്ന് പറയാം. ഇവിടെ എന്തായിരുന്നു, ഓൾഡർ പിന്നെ മോഡേൺ ജാവാസ്ക്രിപ്റ്റും രണ്ടും ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജിനെ ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുന്നതിനാണ് ട്രാൻസ്പൈലർ എന്ന് പറയുന്നത്. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ചില ഇന്റർവ്യൂസിലൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക, അത് നോട്ടും പെണ്ണ് എഴുതി വെക്കുക, എന്താണ് ട്രാൻസ്പൈലർ, അതുപോലെ തന്നെ കമ്പൈലർ എന്താണെന്നുള്ളതും. ഓക്കെ, കമ്പൈലർ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായത് മെഷീൻ കോഡ് കേട്ടോ. ലോ ലെവൽ ലാംഗ്വേജ് വെച്ചാൽ മെഷീൻ കോഡ്. ഓക്കെ, മെഷീനിന് മനസ്സിലാവുന്ന 100101 എന്നുള്ള കോഡാണ് എന്ത്, ഈ പറഞ്ഞ ലോ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താ വെച്ചാൽ, എന്താണ് JSX എന്ന് പഠിച്ചു, JSX ബ്രൗസറിൽ സപ്പോർട്ട് ആവും ഇല്ല എന്നുള്ളത് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ബേബൽ എന്താ പഠിച്ചു, ബേബലിൽ നമ്മുടെ ട്രാൻസ്പൈലർ ആണോ കമ്പൈലർ ആണോ എന്നുള്ളത് പഠിച്ചു. എന്താണ് ട്രാൻസ്പൈലർ, അതുപോലെ തന്നെ കമ്പൈലർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒന്ന് നോക്കുക, ഒന്നും കൂടി നിങ്ങളുടെ ഭാഗത്ത് റിസർച്ച് നടത്തി നോക്കുക. ഓക്കെ, അപ്പൊ അതെന്താന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് റിയാക്ട് ജേസ് തുടങ്ങും. കാരണം എന്താന്ന് വെച്ചാൽ ഇതുപോലെ പോവുകയാണെങ്കിൽ നമ്മുടെ റിയാക്ട് ജേസ് തീരുമില്ല, തുടങ്ങുമില്ല, ആ ഒരു അവസ്ഥയിലാവും. ഓക്കെ, കോർ ലെവൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, നിർത്തി നെക്സ്റ്റ്, അതായത് നാളെ മുതൽ നമുക്ക് എന്തെന്ന് വെച്ചാൽ കോഡിംഗ് ലെവലിൽ നമുക്ക് ഇറങ്ങാം. അതായത് ഇനി റിയാക്ടിന്റെ കുറേ കാര്യങ്ങൾ, സ്റ്റേറ്റ് സെറ്റപ്പ് ഉള്ള കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്.